നമസ്കാരം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. വെറും നല്ല ആർക്കിടെക്ചറൽ ഡിസൈനിൽ നല്ല മനോഹരമായി പണി ചെയ്ത് തീർത്ത അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു വില്ല പ്രോപ്പർട്ടിയാണ്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് വില്ലാസൊക്കെ പണി ചെയ്ത് വരുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് വരുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത് പോലെ തന്നെ നല്ല ആർക്കിടെക്ചർ ഡിസൈനും കാര്യങ്ങളൊക്കെ എലിവേഷനിൽ കൊടുത്തുകൊണ്ട് ഒരു യുണീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതിനെ കുറച്ച് മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല യുണീക്ക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇന്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കിടക്കാം. ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല ഒരു ലക്ഷറി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്ത് തീർത്ത ഒരു വീടാണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വൈഡ് റേഞ്ചിലുള്ള ഒരു എൻട്രൻസ് വന്നിട്ടുണ്ട്. എത്ര വലിയ SUV കോമ്പാക്ട് വണ്ടികളായാലും സുഖമായിട്ട് കോമ്പൗണ്ടിനകത്ത് നമുക്ക് കയറത്തക്ക രീതിയിലുള്ള ഒരു എൻട്രൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത ഒരു ഏരിയയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്കൊരു ഗാർഡൻ പ്രൊവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡൻ പ്രൊവിഷനാണ്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ നമുക്ക് പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കിണറിൻ്റെ സ്ഥാനം നമുക്ക് ബാക്കിലാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് കാർ പോർച്ച് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കവേർഡ് ആയിട്ടുള്ള നല്ല മനോഹരമായ ഒരു കാർ പോർച്ചാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇത് നമുക്കൊരു സർക്കുലർ മോഡലിലൊരു വിൻഡോ ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡോ നമുക്കവിടെ ബാക്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇത്രയും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ഒരു കാർ പോർച്ച് ഏരിയയിൽ വരുന്നുണ്ട്. സുഖമായിട്ടൊരു വണ്ടി അങ്ങ് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാം. എത്ര വലിയ വണ്ടി ആയാലും സുഖമായിട്ടൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ട് നമുക്ക് നല്ല മനോഹരമായ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഈ കാണുന്നത്. വാസ്തുപ്രകാരം തന്നെയാണ് നമുക്ക് ഒരു വീടിൻ്റെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. 2 സ്റ്റെപ്പ് ഫ്രണ്ടിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് പണി ചെയ്ത് തീർത്ത ഒരു മനോഹരമായ ഒരു ഏരിയ ആണ് ഈ ഒരു സിറ്റൗട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. 8x6 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു സിറ്റൗട്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എലഗൻറ്റ് രീതിയിൽ പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ ഒരു ഡോർ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല പാസ്വേഡും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഹാൻഡിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും നല്ല യുണീക്ക് ഡിസൈനും കാര്യങ്ങളും തന്നിട്ടുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ നേരെ നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ ലിവിങ് ഏരിയ. ഇപ്പോൾ TV യൂണിറ്റ് ഏരിയ ഒക്കെ നമുക്ക് ഇത്രയും നല്ല യുണീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്ന് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഫ്ലോർ പ്ലാൻ എല്ലാം യുണീക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈനാണ്. വിത്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. TV യൂണിറ്റ് എല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ഷോ റാക്സും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 15x18 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. നല്ല വിശാലമേറിയ ഒരു ലിവിങ് സ്പേസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. നമ്മളൊരു കോർണറിൽ നിന്നൊരു വ്യൂ ആണ് നമുക്കിത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിൽ നമുക്ക് പർഗോള മോഡൽ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഇവിടെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഇത് നമുക്ക് പകൽ സമയത്ത് നമുക്ക് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു മനോഹരമായ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർഫോൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് നടപ്പാതയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പെബിൾസ് എല്ലാം സെറ്റ് ചെയ്ത് അതുകൂടാതെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഏരിയ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ആ സർക്കുലർ മോഡലിൽ വരുന്ന ആ ഒരു വിൻഡോ നമുക്ക് ഇവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടൈൻ ഉൾപ്പെടെ വരുന്ന ഒരു സ്പേസ്. ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാർട്ടീഷൻ മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെയറിൻ്റെ
ഹാൻഡിൽസ് ഉൾപ്പെടെ വരുന്ന ഒരു പാർട്ടീഷൻ മെത്തേഡാണ് അവിടെ ചെയ്തേക്കുന്നത്. ഇത് നമുക്കൊരു ഈ വീട്ടിൽ വരുന്ന DB ആണ്. കംപ്ലീറ്റ് ആയിട്ട് യുണീക്ക് ഡിസൈനും കാര്യങ്ങൾ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള ഒരു പോർഷനാണ്. DBയും കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വലിയ ടേബിളും അതുപോലെ തന്നെ ചെയർസും കാര്യവും ഇൻക്ലൂഡായി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ സ്പേസ് ആണ് വന്നിട്ടുള്ളത്. 20x18 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഡൈനിങ് ഏരിയ നമുക്ക് ഒരു വീടിന് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിറ്റിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കോർട്ട്യാർഡിൻ്റെ ആ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗം മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു നല്ല വലിയൊരു വിൻഡോ അവിടെ നമുക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗിൻ്റെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ വരുന്ന ഒരു ഫോൾ സീലിംഗ് നമുക്കിവിടെ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല റോക്ക് മോഡലിൽ നമുക്ക് അടിപൊളിയായിട്ട് യുണീക്ക് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ടച്ച് മിററും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മനോഹരമായ ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചണിൻ്റെ ആ ഒരു എൻട്രൻസ് മുഴുവനും നമുക്ക് ഈ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുള്ളി നമുക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. തൊട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഫുൾ കോക്കറി ഷെൽഫും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. പാർട്ടീഷൻ നല്ല മനോഹരമായ ഒരു പാർട്ടീഷൻ. മുകളിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഒരു ഭാഗം മുഴുവനും പാർട്ടീഷൻ ചെയ്തിട്ട് അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ. ഹോബും അതുപോലെ തന്നെ ചിമ്മിനി നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് നമുക്കിവിടെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനാണ് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് മുഴുവനും നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ള മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ ആണ്. ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന പ്രിന്റഡ് ആയിട്ടുള്ള ടൈൽസ്, നമുക്ക് ഗ്രിപ്പായിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 15x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ ആക്ച്വലി നമുക്ക് പാർട്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഈ കാണുന്ന നമുക്ക് പാർട്ടീഷനായിട്ട് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേണമെന്നുള്ള സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിടുകയും നമുക്ക് ചെയ്യാൻ പറ്റും. പാർട്ടീഷൻ ഗ്ലാസ് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ ഒരു വർക്ക് ഏരിയ ഭാഗത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് ഓൾറെഡി ഒരു ചിമ്മിനിയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സംവിധാനം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓവനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം ഒരു ഡബിൾ കിച്ചൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീടിന് കണക്കാക്കാൻ പറ്റും. സ്പേഷ്യസ് ആയിട്ടുള്ള കുറച്ച് ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം മുകളിലും താഴെയുമായിട്ട് ഇവിടെ നമുക്ക് മോഡുലാർ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ഒരു രീതിയിലുള്ള ഒരു കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു വീട് നമുക്ക് 4 BHK ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 14x12 ഡയമെൻഷൻ വരുന്ന ഒരു കിടിലം ബെഡ്റൂം സൈസ് നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് പ്ലസ് ഒരു വാൾഡ്രോബ്സ് നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി കൊടുത്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് ആണ്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആയി കൊടുത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക്. ബെഡ് സ്പേസ് വരുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു യൂണിക് ഡിസൈനും കാര്യങ്ങൾ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആയി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ചുമരിൽ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ കാണുന്നതാണ്.
ഈ ഒരു റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അതിവിശാലമായ സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇത് കംപ്ലീറ്റ് നമുക്ക് വെസ്റ്റേൺ രീതിയിലുള്ള മോഡലാണ് നമുക്ക് വരുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും യൂസ് ആക്കിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് എന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ വരുന്ന അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ്രസ് എല്ലാം തന്നെ നമുക്ക് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തടിയുടെ വർക്ക് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്കൊരു ഇൻഡോർ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഇവിടെ വരുന്നുണ്ട്. നേരെ ഇത് കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വുഡ് വർക്ക് വരുന്ന സ്റ്റെപ്പും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളും ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള വലിയൊരു വിൻഡോ സൈഡ് നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് ഒരു ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ നമുക്ക് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് DBയും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു TV യൂണിറ്റ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള TV യൂണിറ്റ് ഏരിയ. പക്ഷേ ഇതെല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ കെട്ടി നമുക്കിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബാർ കൗണ്ടറാണ് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റും കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ബാർ കൗണ്ടർ ഏരിയ നമുക്കവിടെ വരുന്നുണ്ട്. നമ്മൾ താഴെ കണ്ടതുപോലെയുള്ള ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് നേരത്തെ താഴെ നോക്കിയപ്പോൾ ഡബിൾ ഹൈറ്റ് ആയിട്ട് കാണപ്പെടാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു. നമ്മുടെ കോർട്ട്യാർഡാണ് ഈ കാണുന്നത്. വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോർട്ട്യാർഡ്. അപ്പോൾ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയിൽ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ബാൽക്കണിയിലോട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളും ഇവിടെ നിന്നാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിവിങ് ഏരിയ ഡയമെൻഷനാണ് 24x24 നമുക്ക് വരുന്നത്. L ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാർ കൗണ്ടർ ഉൾപ്പെടെ വരുന്ന ഒരു സ്പേസാണ് നമുക്ക് 24x24 ഡയമെൻഷൻ വരുന്നത്. നല്ല മനോഹരമായ ഒരു ലുക്കും കാര്യങ്ങളും തന്നെ അട്രാക്റ്റീവായുള്ള ലുക്കും കാര്യങ്ങളും ഒരു കോർണർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിന് മുകളിലായിട്ട് തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോൾ സീലിംഗ്, അതും നല്ല സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി ഫാൻസി ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാത്ത് വേ ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നമുക്കൊരു യുണീക്കായിട്ട് വരുന്ന നല്ല മനോഹരമായ ഒരു കിഡ്സ് ബെഡ്റൂമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ നല്ല മനോഹരമായ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇത്രയും നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരിൽ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വോളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ പണി ചെയ്ത് തീർത്ത ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 12x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ചെറിയൊരു സ്പേസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കിഡ് സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിഡ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമുക്ക് ഈ സ്റ്റെയർ കയറിയാൽ നമുക്ക് എത്തപ്പെടും. ചെറിയൊരു വിൻഡോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായ ബെഡും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും അതുപോലെ ഈ സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10x8 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഹാൻഡിൽസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ബാത്റൂമിലോട്ട് പോകുന്ന ഈ ഒരു പോകുന്ന വഴിക്കാണ് നമുക്ക് നല്ല മനോഹരമായ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ഉള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള
ഈ ഒരു മനോഹരമായ ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ ആണ്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ചുമര് ഇവിടെയാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയിൽ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാൾഡ്രോബ്സും നമുക്കിവിടെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം, വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഈ ഒരു ബെഡ്റൂം സ്പേസും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലത്തെ 3ാമത്തെ ബെഡ്റൂമാണിത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ്. നമുക്കൊരു 12x14 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത്. ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ആ ഒരു ഭാഗത്ത് നല്ല യൂണിക് ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കൊടുത്തുകൊണ്ട് ക്ലിയർ ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചുമര് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു വലിയ വീതിയിലുള്ള ഒരു വാൾഡ്രോബ്സും സിറ്റിംഗ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഏരിയ ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്ത് തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് റൂമിൻ്റെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി വെസ്റ്റേൺ മോഡൽ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം എല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് കാര്യങ്ങൾ യൂസ് ചെയ്ത് ഗ്രിപ്പായിട്ടുള്ള ടൈൽസ് കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ടോപ്പ് എൻഡ് വരെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വെസ്റ്റേൺ മോഡൽ രീതിയിലുള്ള ബാത്റൂമാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവിൻപുറം എന്നുള്ള സ്ഥലത്ത് നല്ല മനോഹരമായ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. 5,400 സെൻറ്റ് സ്ഥലത്ത് 2,670 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീട് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് പറഞ്ഞ് 200 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഒരു വീട് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ യൂണീക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ചെയ്ത നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,30,00,000 1,30,30,00,000 ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.